നടിയുടെ ലൈംഗിക ആരോപണ പരാതിയിൽ മണിയൻപിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെ കേസെടുത്തു. ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസും മണിയൻപിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസുമാണ് കേസെടുത്തത്. ഇരുവർക്കുമെതിരെ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. മുകേഷ് MLA-ക്കെതിരെയും നടൻ ജയസൂര്യക്കെതിരെയും നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പരാതിക്കാരി ആവശ്യപ്പെട്ടു. MLA സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും പരാതിക്കാരി പറഞ്ഞു. വെള്ളം കുടിക്കണം. ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ അധികാരം ഇരിക്കരുതെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി അതിലിരിക്കുന്നതിൽ ഒരു പ്രസക്തിയില്ല പുള്ളിക്കാരി. ഇത്രയും പുള്ളിയുടെ കാര്യമാണ് വെച്ചാൽ ഒരു സ്ത്രീ ഒരു കള്ളം പറഞ്ഞിട്ട് നമുക്ക് ഒരു ആരോപണമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ മാത്രമല്ല, എത്ര പേരാണ് അദ്ദേഹത്തിൻ്റെ അതേ. അപ്പം പുള്ളിക്കാരൻ്റെ ഇതാണ് ഒരു റെഗുലറായിട്ട് പുള്ളിയുടെ ഹോബി ആയിരിക്കാം. അപ്പോൾ അത് ഒരു പൊയ്മുഖം വെച്ചിട്ട് ഒരു മാസ്ക് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ പുള്ളി ആ സ്ഥാനത്തിരിക്കുന്നത്. MLA പൊയ്മുഖക്കാരെ നമുക്ക് ആവശ്യമാണ് ജനങ്ങൾക്ക്, അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ സ്ത്രീകൾക്കോ നമുക്ക് എന്ത് ഒരു സുരക്ഷയാണ് അവിടെ ഉള്ളത് പുള്ളിക്കാരൻ്റെ അടുത്ത്. അപ്പോൾ ഒരിക്കലും എനിക്ക് പറയാനുള്ളത് ഹീസ് നോട്ട് ആപ്റ്റ് ആൻഡ് ഹീസ് നോട്ട് വർത്ത് ഫോർ MLA. വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ആദ്യം നമുക്ക് പരാതിക്കാരുടെ പ്രതികരണത്തിലേക്ക് വരാം. അതിനു മുൻപ് പ്രധാനപ്പെട്ട കാര്യം, താരങ്ങൾക്കെതിരെ മണിയൻപിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെ ഇന്ന് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? നിഖില, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമയും കേരള രാഷ്ട്രീയവും ആടി ഉലയുകയാണ്. ആരോപണങ്ങൾ പരാതിയായി മാറുന്നു. പരാതിയിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. 4 നടന്മാർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇതിനോടകം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 4 നടന്മാർ, 1 രാഷ്ട്രീയ നേതാവ്, 2 പ്രൊഡക്ഷൻ കൺട്രോളർ, ഇവർക്കെതിരെയാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, മുകേഷ് MLA കൂടിയായ മുകേഷിൻ്റെ പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു കേസ് വന്നിരിക്കുന്നത് രാഷ്ട്രീയ കേരളത്തെയും സംഭവബഹുലമാക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. വരും മണിക്കൂറുകളിൽ കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് മുകേഷിൻ്റെ രാജിയടക്കമുള്ള കാര്യങ്ങളായിരിക്കും. പരാതിക്കാരിയുടെ പ്രതികരണവും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:30 വരെയാണ് പരാതിക്കാരിയെ 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ വിശദമായി മൊഴിയെടുക്കൽ നടത്തുകയും ആ മൊഴിയെടുക്കൽ പ്രാഥമിക അന്വേഷണം പോലീസിന് തൃപ്തികരമായി അതിൽ വിശ്വസനീയത തോന്നി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ 7 പേർക്കെതിരെയും പരാതി നൽകിയിരിക്കുന്ന 7 പേർക്കെതിരെയും പോലീസ് ഇപ്പോൾ കേസെടുത്തുകൊണ്ട് അടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കായിരിക്കും ഇനി കടക്കുക. മുകേഷ് MLA അടക്കം അറസ്റ്റ് ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തെയും പിടിച്ചുലയ്ക്കുന്ന വലിയ സംഭവവികാസമായി മാറും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഈ പരാതിക്കാരുടെ പ്രതികരണവും ഉണ്ടായിട്ടുണ്ട്. 2008, 2013 കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. 7 പരാതികൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. മുകേഷ് MLA ലൈംഗിക അതിക്രമം നടത്തി, ലൈംഗിക ചുവയോടുകൂടി തന്നെ തനിക്ക് വഴങ്ങണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങിയ പരാതികളാണ് മുകേഷ് MLA-ക്കെതിരെ പരാതിയായി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള മൊഴിയും നൽകിയിട്ടുണ്ട്. മണിക്കൂറുകളോളം സമയമെടുത്തുകൊണ്ടുള്ള വിശദമായ മൊഴിയാണ് ഇന്നലെ രാത്രി 11:30 വരെ അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കൽ, IPC 376 ബലാത്സംഗ കുറ്റം, IPC 354 ബലപ്രയോഗം, IPC 452 അതിക്രമിച്ചു കടക്കൽ തുടങ്ങി ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകളാണ് മുകേഷ് MLA-ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മരട് സ്റ്റേഷനിലാണ് മുകേഷ് MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇടവേള ബാബുവിനെതിരെ നോർത്ത് സ്റ്റേഷനിലാണ് ദാത്തടിയ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് മണിയൻപിള്ള രാജുവിനെതിരെയുള്ള കേസ്. ഇടവേള ബാബുവിനെതിരെ അമ്മ താരസംഘടനയിൽ അംഗത്വം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചു എന്നാണ് ഇടവേള ബാബുവിനെതിരെയുള്ള കേസ്. ഇവർക്കെല്ലാവർക്കുമെതിരെ ലൈംഗിക അതിക്രമം, ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി ഗുരുതരമായിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ പരാതിക്കാരിയായ നടിയുടെ പ്രതികരണവും അല്പസമയം മുൻപ് ഉണ്ടായിട്ടുണ്ട്. മുകേഷ് MLA രാജിവെക്കണം എന്ന് തന്നെയാണ് ഈ പരാതിക്കാരി പറയുന്നത്. ഈ MLA സ്ഥാനത്തിരിക്കാൻ, ജനപ്രതിനിധി എന്ന നിലയിൽ MLA സ്ഥാനത്തിരിക്കാൻ മുകേഷിന് യോഗ്യതയുണ്ടോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യണം. മുകേഷിൻ്റെ പൊയ്മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സമാനമായ രീതിയിൽ വ്യക്തിജീവിതത്തിൽ പലവട്ടം ആരോപണങ്ങൾ നേരിട്ട, സ്ത്രീത്വത്തെ അപമാനിക്കുന്നതടക്കമുള്ള ആരോപണങ്ങൾ നേരിട്ടയാളാണ് മുകേഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിക്കട്ടെ. അദ്ദേഹം മാറണം, യോഗ്യനല്ല, MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നുള്ള ഒരു പ്രതികരണം നടി നടത്തിയിരിക്കുന്നു. ഒപ്പം
എന്തുകൊണ്ടാണ് ഇത്രയും കാലത്തിന് ശേഷം ഏകദേശം 11 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പരാതികൾ അവർ നൽകുന്നത്? എന്തുകൊണ്ടാണ് ആ കാര്യത്തിൽ ഒരു കാലതാമസം ഉണ്ടായത് എന്നുള്ള ഒരു ചോദ്യത്തിന് പല തരത്തിലുള്ള ഭീഷണികൾ അല്ലെങ്കിൽ തന്നെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഒക്കെ ഉണ്ടാകും എന്നുള്ള ഒരു ഭയം മൂലമാണ് ആ കാലഘട്ടത്തിൽ പരാതികൾ നൽകാതിരുന്നത്. അതുകൂടാതെ തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ സുരക്ഷിതത്വം അടക്കമുള്ള കുട്ടികളുടെ ഭാവി അടക്കമുള്ള കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന 2008-2013 കാലഘട്ടത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാതിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കൂടുതൽ പരാതികൾ നൽകാൻ പരാതിയുമായി മുന്നോട്ട് വരാൻ തനിക്ക് ധൈര്യം ലഭിച്ചു. സ്ത്രീകൾ സമൂഹത്തിൽ ആദരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഏതു തരത്തിലായാലും അത് വെച്ചുപുറപ്പിക്കാനാകില്ല, അങ്ങനെ ഇനി ഉണ്ടാകരുത്. സിനിമാ മേഖലയിൽ ഒരു കാരണവശാലും സ്ത്രീകൾക്കെതിരെ മോശമായ കാര്യങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറായതെന്നും പരാതിക്കാരി പറയുന്നു. ഒപ്പം ഏതൊക്കെ തരത്തിലുള്ള തെളിവുകളാണ് ഇവർക്കെതിരെ നൽകാൻ ഉദ്ദേശിക്കുന്നത്? 7 പരാതികൾ നൽകുമ്പോൾ കൃത്യമായി തെളിവുകളും നൽകേണ്ടതുണ്ട്. തെളിവുകൾ നൽകുന്ന കാര്യത്തിൽ എന്താണ് മറുപടി എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കൃത്യമായ ഫോൺ രേഖകളും ഒപ്പം തന്നെ ആ ഒരു സമയത്ത് താൻ സംസാരിച്ച മറ്റ് സഹപ്രവർത്തകർ ഇവരൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തനിക്ക് നൽകാൻ കഴിയും. മെസ്സേജുകൾ, ഫോൺ രേഖകൾ ഇതൊക്കെ അന്വേഷണ സംഘത്തിന് കൈമാറാൻ തയ്യാറാണ്. ഡിജിറ്റൽ തെളിവുകൾ കൈമാറിക്കൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണത്തിന് ശാസ്ത്രീയമായ കൂടുതൽ തെളിവുകൾ നൽകിക്കൊണ്ട് കൂടുതൽ ശക്തി നൽകുന്നതിനുള്ള കാര്യങ്ങൾ തൻ്റെ പക്കലുണ്ടെന്നും ഈ നടി പരാതിക്കാരി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾ കൂടുതൽ സംഭവബഹുലമാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. നിഖിൽ.